ഹായ്, ഞാൻ അനുദീപ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയുടെ മെയിൻസ് കഴിഞ്ഞു അല്ലേ? പേപ്പർ 1, 2, 3 കഴിഞ്ഞു. നമ്മൾ ഇന്ന് ആ പരീക്ഷയുടെ ഒരു അനാലിസിസ് ആണ് നടത്താൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഇനി വരാൻ പോകുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലെയുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക്, പ്രിലിംസ്, മെയിൻസ്, ഒബ്ജക്റ്റീവ് പരീക്ഷകൾക്ക് തന്നെ ഇവിടെ നിന്നും ചോദ്യങ്ങൾ ഇനി റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാര്യം പുതിയ ധാരാളം തീംസ് ഇവിടെ വന്നിട്ടുണ്ട്. അതിനോടൊപ്പം ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, ഇപ്പൊ ഞങ്ങൾ റൺ ചെയ്തിട്ടുള്ള ബാച്ചുകൾ, കഴിഞ്ഞ 2 വർഷമായിട്ട് വളരെ കഷ്ടപ്പെട്ട് ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ബാച്ചുകളാണ് KS-നുള്ളത്. ആ ബാച്ചുകളിൽ നിന്ന് നിങ്ങൾക്ക് ഏതൊക്കെ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്, അതും ഒരു സാമ്പിൾ പോലെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു. ഇതൊരു അവകാശവാദത്തിന് വേണ്ടിയിട്ടല്ല. ഇതിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ PSC പരീക്ഷയുടെ പൾസറിനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചോദ്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ്. നല്ല രീതിയിൽ റിസർച്ച് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസേഴ്സ് കിട്ടും, റാങ്ക് വാങ്ങിക്കാൻ പറ്റും, പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് എത്താൻ പറ്റും. അത് നിങ്ങളിത് പ്രൂവ് ചെയ്ത് കാണിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ഇന്റർവ്യൂ ഉടനെ കാണും KS-ന്റെ കാര്യം. PSC തന്നെ പറയുന്നുണ്ട് അല്ലെ, KS-ന്റെ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാൻ പോവാണ്. അതിനുശേഷം ഇന്റർവ്യൂ പെട്ടെന്ന് തന്നെ കാണും. അപ്പൊ ഇന്റർവ്യൂ ബാച്ചുകൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളുടെ ബാച്ചിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് എത്ര ചോദ്യങ്ങളാണ് KS-ന് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാവും. KS മെയിൻസിന് ഇത്തരം ചോദ്യങ്ങൾ ഞങ്ങൾക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്റർവ്യൂവിന്റെ ഘട്ടത്തിൽ ഞങ്ങൾക്ക് നിങ്ങളെ നന്നായിട്ട് സഹായിക്കാൻ പറ്റും. ഫ്രീ ആയിട്ട് തന്നെ ഇന്റർവ്യൂവിന്റെ കോച്ചിങ് നിങ്ങൾക്ക് തരുകയും ചെയ്യും. സോ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പർ അല്ലെങ്കിൽ 8891041935 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടെലിഗ്രാമിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ ഇന്റർവ്യൂ ട്രെയിനിങ്ങിന്റെ ബാച്ചുകൾ ആഡ് ചെയ്യുന്നതാണ്. തീവ്രമായ പരിശീലനം നിങ്ങൾക്ക് അവിടെ ലഭിക്കും. 1-on-1 മോക്ക് ഇന്റർവ്യൂ നിങ്ങൾക്ക് ഇവിടെ തരുന്നതാണ്. നല്ല മാർക്ക് മെയിൻസ് ഉണ്ടാവുന്ന ഉറപ്പുള്ള ആൾക്കാർക്ക് ഞാൻ ഇന്റർവ്യൂ ബാച്ചിലേക്ക് വരാം. കാര്യം ഉടനെ തന്നെ ഇന്റർവ്യൂ ഉണ്ടാവുന്നതാണ് PSC നിങ്ങളുടെ സൂചന. അപ്പൊ ഒരു മൊത്തത്തിലുള്ള അനാലിസിസ് പറയുകയാണെങ്കിൽ പേപ്പർ ഒരു മോഡറേറ്റ് ലെവൽ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. വളരെ ഡിഫിക്കൽട്ട്, എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് എന്ന് പറയാൻ പറ്റില്ല. എല്ലാ ചോദ്യങ്ങളും 5 മാർക്ക് ചോദ്യങ്ങൾ തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷത്തെ പോലെ ഭയങ്കര കൺജസ്റ്റഡ് സ്പേസിംഗ് അല്ല. നമുക്ക് ആൻസേഴ്സ് എഴുതി പോയിന്റുകളൊക്കെ റിഫ്ലക്ട് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിൽ സഫീഷ്യന്റ് സ്പേസിംഗ് PSC ഇപ്രാവശ്യം കൊടുത്തിരുന്നു. അതായത് സിവിൽ സർവീസ് മെയിൻസുമായിട്ട് കുറെ കൂടെ PSC അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചില ചോദ്യങ്ങൾ സൈക്കോളജിയിലായിരുന്നു അല്ലെ. ഒരു പേപ്പറിന്റെ ആദ്യത്തെ ചോദ്യം തന്നെ ബ്രഹ്മാനന്ദ വക്കീൽ മോഡൽ ഏതാണെന്നുള്ളതാണ്. അത് പല കുട്ടികളെയും ഒന്ന് പേടിപ്പിച്ച ചോദ്യം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അതാവുമ്പോൾ നമ്മുടെ എനർജി പോകും അല്ലെ. ആരും അങ്ങനെ പഠിക്കുന്ന ഒരു ചോദ്യമല്ല. സെക്കൻഡ് 5 പ്ലാൻ, മെഹാലനോബിസ് പ്ലാനിന് ഒരു ബദലായിട്ട് അവതരിപ്പിച്ചൊരു പ്ലാനാണ്. മെഹാലനോബിസ് പ്ലാൻ എന്താ, ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് ഫോക്കസ് ചെയ്തത്. പക്ഷേ ബ്രഹ്മാനന്ദ വക്കീൽ മോഡലിൽ അഗ്രികൾച്ചർ സെക്ടറിനും ലേബേഴ്സിനുമാണ് ഫോക്കസ് ഉള്ളത്. പക്ഷേ പ്രിവെയിൽ ചെയ്തത് മെഹാലനോബിസ് പ്ലാൻ. അതിനെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. കാരണം ഈ ടോപ്പിക്കിൽ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അടക്കമുള്ള പരീക്ഷകളിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ വരാനിരിക്കുകയാണ്. തൽക്കാലം അത് പഠിക്കട്ടെ. അപ്പൊ അതാണ് ഒരു ബേസിക് അനാലിസിസ് എന്ന് പറയുന്നത്. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ടോപ്പ് റാങ്കിലേക്ക് എത്താൻ പറ്റും, ഒരു സംശയം വേണ്ട. ഫോർ എക്സാമ്പിൾ എത്ര ചോദ്യം എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി ഞങ്ങളുടെ ബാച്ചിൽ നിന്നാണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ചലഞ്ചിങ് ചോദ്യമായിരുന്നു അല്ലെ, അശോകയുടെ പോളിസി ഓഫ് ധർമ്മ അല്ല ധമ്മ. അശോകൻ എഡിക്സിലൊക്കെ അങ്ങനെ അതിനെ പറ്റി പറയാം. അത് വെറും ഒരു റിലീജിയസ് ഡോക്ട്രൈൻ മാത്രമാണോ അതോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉള്ള ഒരു ഡോക്ട്രൈൻ ആണോ എന്ന് ചോദിക്കുന്നത്. അത് ഞങ്ങൾ ടെസ്റ്റ് സീരീസിനകത്ത് തന്നെ ഫൈനൽ റൗണ്ട് റിവിഷൻ ടെസ്റ്റ് സീരീസിനകത്ത് അതിന്റെ സിമിലർ ക്വസ്റ്റ്യൻ കൊടുത്തിരുന്നു. അശോകാസ് പോളിസി ധമ്മ വാസ് നോട്ട് ജസ്റ്റ് ആൻ എംബോഡിമെന്റ് ഓഫ് ബുദ്ധിസ്റ്റ് ഐഡിയൽസ്. അത് റിലീജിയസ് ഡോക്ട്രൈൻ മാത്രമല്ല, നോട്ട് ജസ്റ്റ് ആൻ എംബോഡിമെന്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പൊളിറ്റിക്കൽ ആൻഡ് മോറൽ ഡയമെൻഷൻസ് ഉണ്ട്. പൊളിറ്റിക്കൽ സ്ട്രാറ്റജി, പൊളിറ്റിക്കൽ ഹാർമണി അക്രോസ്, ഹാർമണി മൊറാലിറ്റി ലിങ്ക്ഡ് ആണ്. ഇതിൽ കൂടുതൽ എന്താണ് ഞങ്ങൾ പ്രൂവ് ചെയ്ത് കാണിക്കാനുള്ളത്? കാരണം ഞങ്ങൾക്ക് പരസ്യമോ അല്ലെങ്കിൽ വലിയൊരു ആഡ് ബഡ്ജറ്റ് ഒന്നും ഇല്ല. പക്ഷേ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്ര റാങ്ക് ഹോൾഡേഴ്സിനെ PSCയുടെ ഡിഗ്രി ലെവൽ പോലെയുള്ള ടഫസ്റ്റ് പരീക്ഷകൾ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് ഹോംവർക്ക് ചെയ്ത് പഠിച്ച് തന്നെയാണ്. നിങ്ങളെ പ്രൂവ് ചെയ്ത് കാണിക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റിയാണ് ഞങ്ങൾ ഇവിടെ ഇപ്പൊ ഫുൾഫിൽ ചെയ്തത്. എല്ലാ ചോദ്യങ്ങളും എടുത്തിട്ടില്ല കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം മര്യാദയ്ക്ക് പഠിച്ച് നമുക്ക് ചോദ്യങ്ങൾ ഉത്തരം എഴുതാൻ പറ്റും. പല ഡയമെൻഷൻസ്, റിലീജിയസ്, പൊളിറ്റിക്കൽ, മോറൽ, സ്ട്രാറ്റജിക്, നമുക്ക് പല ഡയമെൻഷനിൽ ഉത്തരം എഴുതി പോകാൻ പറ്റും. മറ്റൊരു ചോദ്യം നോക്കൂ. മലയാളം ലാംഗ്വേജ്, മലയാള ഭാഷയുടെ ഉത്ഭവത്തിനെ കുറിച്ചുള്ള പല പണ്ഡിതന്മാരുടെ ആർഗ്യുമെന്റ്സ് എന്താണെന്നാണ് ചോദ്യം. ഏകദേശം 6 ആർഗ്യുമെന്റ്സ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഈ 6 എണ്ണം ക്ലാസ്സിൽ അരച്ചേർക്ക് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഈ PDF എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം, ഈ PDF ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കൊണ്ടുപോയി ചെക്കൗട്ട് ചെയ്ത് നോക്കാം. എങ്ങനെയോ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ബിക്കോസ് നിങ്ങൾ അത്രയും കോൺഫിഡന്റ് ആണ്. നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇന്ന ചോദ്യങ്ങൾ വന്നു എന്ന് പറഞ്ഞ് പോവുകയല്ല ചെയ്യുന്നത്. നിങ്ങൾക്കത് സ്വയം വെരിഫൈ ചെയ്യാൻ പറ്റും.
ഓക്കെ, ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് ആവുക. ഡെയിലി അവിടുത്തെ ഫ്രീ മോക്ക് ടെസ്റ്റുകൾ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ യൂസ് ചെയ്യുക. പിന്നെ അടുത്ത KS പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും, ഒരു സംശയമില്ല. അപ്പം അത്രയും തീരെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മറ്റൊരു ചോദ്യം നിങ്ങളെ ജസ്റ്റ് ഞാൻ കാണിക്കാം കേട്ടോ. അതായത് ലാൻഡ് സ്ലൈഡ്സ്. സിവിൽ സർവീസ് മെയിൻസിൽ 2021 മുതൽ വരുന്നൊരു തീമാണ് ലാൻഡ് സ്ലൈഡ്സ്. അത് ഈ പ്രാവശ്യം വരും എന്നുള്ള കാര്യം 100% ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ലാൻഡ് സ്ലൈഡ്സിന്റെ പേരിലുള്ള തീവ്രമായ സ്റ്റഡി മെറ്റീരിയൽസ് ഞങ്ങൾ കൊടുത്തത്. ഇവിടെ ചോദിച്ചൊക്കെ നോക്കൂ. ഇപ്പോൾ ലാൻഡ് സ്ലൈഡ്സ് കേരളത്തിലെ വെസ്റ്റേൺ ഗാർഡ്സിൽ കൂടിക്കൂടി വരികയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ്, വൾണറബിലിറ്റി റീസൺസ് എന്താണെന്നാണ് ചോദ്യം. കൃത്യമായിട്ട് ഫാക്ടേഴ്സ് ദാറ്റ് ട്രിഗർ ലാൻഡ് സ്ലൈഡ്സ് ഇൻ കേരള എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. സോ ഇത് മാത്രം മതി ഇതിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടാനായിട്ട്. വളരെ വിശദമായിട്ടുള്ള ആൻസേഴ്സ് ആണ് നിങ്ങൾ, ഇൻക്ലൂഡിങ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത് ലാൻഡ് സ്ലൈഡ്സ് മറ്റു കാര്യങ്ങളുണ്ട്, ഇതിന്റെ സൊല്യൂഷൻ എന്താണെന്നുള്ള സഹിതം പഠിപ്പിച്ചാണ് കുട്ടികൾ അങ്ങോട്ടേക്ക് വിട്ടത്. ഗഗൻയാൻ മിഷൻ നമ്മൾ വർഷങ്ങളായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണത്. അത് ഇപ്രാവശ്യം വന്നു, ക്ലാസ്സിൽ കൃത്യമായി അത് പഠിപ്പിച്ച് പോവുകയും ചെയ്തതാണ് ഗഗൻയാൻ മിഷനെ പറ്റി. മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഇതൊക്കെ ഡയറക്റ്റ് ഹിറ്റ് ആണ്. ഡയറക്റ്റ് ഹിറ്റ് ജസ്റ്റ് സാമ്പിൾ ക്വസ്റ്റൻ നിങ്ങൾക്ക് മുമ്പ് പ്രസന്റ് ചെയ്യുന്നുള്ളൂ. പ്രധാനമന്ത്രിയുടെ ധൻ ധാന്യ കൃഷി യോജന, അതിനെ പറ്റിയാണ് ചോദ്യം. ഡയറക്റ്റ് ഹിറ്റ് ആണ്. ഇതിൽ കൂടുതൽ എന്താണ് നമുക്ക് അവിടെ എഴുതി വയ്ക്കേണ്ടത്? നിങ്ങൾക്ക് ഒരു ഇതിനകത്ത് അതിന് ആത്മവിശ്വാസമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. KS എക്സാം എന്തോ വലിയ കൈയെത്തി പിടിക്കാൻ പറ്റാത്ത സംഭവമാണെന്നുള്ള ധാരണ ആണ് എല്ലാവരും ഇരിക്കുന്നത്. പക്ഷേ ചങ്കൂറ്റത്തോടെ മുന്നിട്ടിറങ്ങിയ കുറച്ച് ആൾക്കാർ നമ്മളോട് ഉണ്ടായിരുന്നു. അവർക്ക് ഇതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മറ്റൊരു ചോദ്യം, ഇതൊക്കെ സിവിൽ സർവീസ് മെയിൻസിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് KS മെയിൻസിന് വന്നിട്ടുള്ളത്. സോ പൾസറിനെ പഠിക്കാൻ എന്ന് പറയുന്നത് അതുകൊണ്ട്. അതായത് ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡെസേർട്സ്, അതിന്റെ റോൾ എന്താണെന്നാണ് പറയുന്നത്. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. വിത്ത് റെഫറൻസ് അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ പാറ്റേണിനെ പറ്റി പറയുന്നുണ്ട്. ജെറ്റ് സ്ട്രീമിനെ പറ്റിയും വിശദമായിട്ട് ക്ലാസ് എടുത്ത് കൊടുത്തിരുന്നു. അതൊരു സ്ക്രീൻഷോട്ട് ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയി. പക്ഷേ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് അറിയാം ജെറ്റ് സ്ട്രീമിനെ പറ്റി വിശദമായിട്ടുള്ള ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ കോൾഡ് ഡെസേർട്ടിന്റെ വാം ഡെസേർട്ടിന്റെ മാപ്പ് സഹിതം നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യുന്ന ചോദ്യമാണത്. കാർഡ്സ് ടോപ്പോഗ്രഫി, അത് ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്ത് പോയിട്ടുള്ളതാണ്. ഡയറക്റ്റ് ഹിറ്റ് ആണ് ഈ ചോദ്യം. പിന്നീട് ട്രോപ്പിക്കൽ സൈക്ലോൺസിനെ പറ്റി 2 ചോദ്യം ഉണ്ടായിരുന്നു അല്ലേ. വളരെ ഈസി ആണ്. ക്ലാസ് നോട്ട്സ് മാത്രം മതി ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട്. ക്ലാസ് നോട്ട്സ്, അത് ട്രോപ്പിക്കൽ സൈക്ലോൺ ഉണ്ടാവാനുള്ള കണ്ടീഷൻസ് എന്താണെന്നാണ് ചോദ്യം. ഇവിടെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ടൈപ്പ് ചോദ്യങ്ങളിൽ നിങ്ങൾ ഫിഗർ വരയ്ക്കണം. കൃത്യമായി ഫിഗർ വരച്ച് ആൻസർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവൽ ഓഫ് മാർക്ക് ഈ ചോദ്യത്തിന് വീഴത്തില്ല. പക്ഷെ ഫിഗർ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വരച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇന്ത്യൻ റെയിൽവേസ് നേരിടുന്ന ചലഞ്ചസിനെ പറ്റി ചോദ്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ ടെസ്റ്റ് സീരീസിനകത്ത് അവസാനവട്ട റിവിഷന് വേണ്ടിയിട്ടാണ് ടെസ്റ്റ് സീരീസ് കൊടുത്തത്. ഞങ്ങളത് പുറത്ത് കൊടുത്തില്ല. അതായത് ഞങ്ങളുടെ ബാച്ചിലെ സ്റ്റുഡൻസിന് മാത്രമാണ് ഞങ്ങളത് കൊടുത്തത്. ബിക്കോസ് ഒരു കോമ്പറ്റീഷൻ ഞങ്ങൾക്ക് അവരുടെ അടുത്തൊരു കടപ്പാടുണ്ടല്ലോ, അത് നമ്മളെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാച്ചിലെ മെമ്പേഴ്സിന് മാത്രമേ ഞങ്ങൾ ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആയി കൊടുത്തത്. അപ്പൊ അതിനകത്ത് നമ്മൾ കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ടായിരുന്നു. ചലഞ്ചസ് ഫേസിംഗ് ബൈ റെയിൽവേസ് ടെസ്റ്റ് സീരീസ് എന്ന് ഡയറക്റ്റ് ഹിറ്റ് ആയിട്ട് വന്നതാണ്. ഇതിന്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ റെഗുലറായിട്ട് ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്ത് ക്ലാസ് കണ്ടുപോയ കുട്ടികൾക്ക് ഈ പരീക്ഷ ഈസി ആയിരുന്നു. അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഇതിൽ കൂടെ നിങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം. കുടുംബശ്രീ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്ന രീതിയിലുള്ള ചോദ്യമാണ്. നമ്മൾ ക്ലാസ് വളരെ വിശദമായിട്ട് തന്നെ പഠിപ്പിച്ചെടുത്തിട്ടുണ്ട്. കുടുംബശ്രീയുടെ കളക്റ്റീവ് ഫാമിംഗ് ഗ്രൂപ്പ്സിന്റെ പ്രസക്തി ഈ ഒരു PDF വായിക്കുന്ന ആൾക്കാർക്ക് കിട്ടും. സൈബർ ത്രെറ്റ് ഇന്റലിജൻസ്, അതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ് ചോദ്യം. സൈബർ ത്രെട്ടിനെ സംബന്ധിച്ച് ഇന്റലിജൻസ്. അപ്പൊ സൈബർ ത്രെട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഇതൊക്കെ ബേസിക് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത്ര ഡിഫിക്കൽട്ട് ക്വസ്റ്റൻ ആണെന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല. ഇതൊക്കെ ബേസിക് എല്ലായിടത്തും പഠിപ്പിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. അത്ര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോലും PSC ചോദിച്ചിട്ടുണ്ട്. ബ്രിക്സിന്റെ എവല്യൂഷൻ അല്ലെ, ഡിസ്കസ് ദ ഒബ്ജക്റ്റീവ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ബ്രിക്സ്, അതിന്റെ എക്സ്പാൻഷൻ എങ്ങനെയാണ് ഇന്ത്യ ഇൻഫ്ലുവൻസ് ചെയ്യാന്നുള്ള രീതിയിലുള്ള ചോദ്യമാണ്. കേട്ടോ, ബ്രിക്സിന്റെ എക്സ്പാൻഷൻ കൃത്യമായി കൊടുക്കുന്നത്. എക്സ്പാൻഷൻ ആ ഒരു കീവേഡിൽ വെച്ച് തന്നെ ഞങ്ങൾ നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. സൗദി വരുന്നു, ഇറാൻ വരുന്നു, UAE, ഈജിപ്റ്റ്, എത്യോപ്യ, ഇതൊക്കെ വരുന്നു. അപ്പൊ അതിന്റെ റിപ്പർക്കഷൻസിനെ പറ്റി കൃത്യമായിട്ട് ഈ ഒരു PDF വായിക്കുന്ന ആൾക്കാർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ഞാൻ ടെലിഗ്രാമിൽ കൊടുത്തേക്ക്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പഠിച്ചോളൂ. ഇത് വളരെ ഈസി ക്വസ്റ്റൻ ആണ് അല്ലേ. എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ ടെസ്റ്റ് സീരീസിന് അത് കൃത്യമായി കൊടുത്തിരുന്നു, എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്നുള്ള കാര്യം. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ആർട്ടിക്കിൾസ് കോട്ട് ചെയ്ത് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ ഞങ്ങൾ പഠിപ്പിച്ചത് തന്നെ വന്നു, പഠിപ്പിച്ചത് തന്നെ ഒന്നും അല്ല പറയുന്നത്, പഠിപ്പിക്കാത്തതും വന്നിട്ടുണ്ട്. നമുക്ക് 100% ചോദ്യങ്ങളൊന്നും ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ടോപ്പ് റാങ്കിൽ എത്താനായിട്ട് 100% മാർക്ക് വേണ്ട.
അതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് മനസ്സിലാക്കുന്നത്. ഒരു 60-70% മാർക്ക് മതി നിങ്ങൾക്ക് റാങ്ക് 1 or 2 ഒക്കെ അടിക്കാനായിട്ട്. ഏത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിക്കാം. 100 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു പരീക്ഷയിൽ 20 ചോദ്യമാണ്. 100% ചോദ്യങ്ങളൊന്നും നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല, പഠിപ്പിക്കാൻ ഒക്കത്തില്ല, പഠിക്കാൻ ഒക്കത്തില്ല, നിങ്ങൾക്ക് എഴുതാൻ ഒക്കത്തില്ല. പക്ഷേ നമുക്ക് ഒരു 10 റാങ്കിലേക്ക്, ഒരു 5 റാങ്കിലേക്ക് എത്താനുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് ഉറപ്പായും പഠിച്ചെടുക്കാൻ പറ്റും. അതിന് ഉദാഹരണമാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഞങ്ങൾ ഈ ടോപ്പിക്ക് ക്ലാസ്സിൽ ഇട്ടപ്പോൾ കുട്ടികൾ കുറച്ച് പരാതിയായിരുന്നു, ഇതൊന്നും അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം അല്ലല്ലോ, പിന്നെ എന്തിനാ ചോദിക്കുന്നത് വെച്ചാൽ. അപ്പോൾ ഞങ്ങൾ ഗ്രൂപ്പിൽ അന്നൊരു മെസ്സേജ് ഇട്ടു, കേസ് മെയിൻസ് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ് ഇമ്പോർട്ടന്റ് ആക്ട്സ്. അപ്പോൾ അതിനകത്ത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് വരുന്നുണ്ട്. ഇത് സിലബസിൽ എടുത്ത് പറയുന്നില്ലെങ്കിലും മെയിൻസ് പരീക്ഷയ്ക്ക് മുമ്പ് ഈ ഭാഗം പഠിക്കണം, അതിനുവേണ്ടി ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യായിരുന്നു കൃത്യമായിട്ട്. അതുകൊണ്ട് തന്നെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് വരെ ഞങ്ങൾ അവർ പഠിപ്പിച്ചാൽ വിട്ടത്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് ഇരുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ യൂസ്ഫുൾ ആയി, മനസ്സിലായല്ലോ. അതിന് കുറച്ച് എക്സ്ട്രാ പഠിച്ചാൽ, ഒരു സ്റ്റെപ്പോ 2 സ്റ്റെപ്പോ എക്സ്ട്രാ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെക്കാൾ മുന്നിൽ എത്താൻ സാധിക്കും. ഹിസ്റ്ററിയിലെ ചോദ്യങ്ങളൊക്കെ വളരെ ലളിതമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ലാഹോർ ആൻഡ് കറാച്ചി സെഷന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദ്യം. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ 2 സെഷൻസ് കൃത്യമായിട്ട് അത് ക്ലാസ്സിൽ മൾട്ടിപ്പിൾ ടൈംസ് പറഞ്ഞ് പഠിപ്പിച്ച് റിവിഷനും കൊടുത്ത് വിട്ട ടോപ്പിക്കാണ്. ഇതൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് പോലും നമുക്ക് കണക്കാക്കാൻ ഒക്കത്തില്ല. ഞാൻ ചുമ്മാ കുറച്ച് റാൻഡം ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടെന്നുള്ളേ. അതൊരു സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ ഇമ്പോർട്ടൻസ്. പിന്നെ KS മെയിൻസിനകത്ത് പറയുന്നത് പൊളിറ്റിക്കൽ ഐഡിയോളജി, സോഷ്യലിസം, ക്യാപിറ്റലിസം അല്ലെ. അപ്പൊ ഇതിനകത്ത് ഓവന്റെ തിയറി വരെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. കാർൽ മാർക്സിന്റെ തിയറീസ് പഠിപ്പിച്ചായിരുന്നു. പക്ഷെ അത്രയും ഡീപ്തിൽ ക്വസ്റ്റ്യൻ വന്നില്ല. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സിനെ പറ്റി മാത്രമേ ചോദ്യം വന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഒരു പടി കടന്നിട്ട് ഫാബിയൻ സോഷ്യലിസം വരെ ക്ലാസ്സിൽ പഠിപ്പിച്ചാണ് വിട്ടത്. പക്ഷെ അത്രയും വേണ്ടി വന്നില്ല. പക്ഷെ അടുത്ത പരീക്ഷയ്ക്ക് അത് വന്നേക്കാം. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കാൻ. അയ്യോ, പഠിപ്പിച്ചത് എല്ലാം വന്നില്ലല്ലോ, അല്ല അടുത്ത പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്, അപ്പൊ നമ്മൾ അങ്ങനെ പഠിക്കണം. ഹൈഡ്രോളിക് ഡ്രെയിനേജ് സിസ്റ്റം, ഹാരപ്പൻ സിവിലൈസേഷന്റെ അതൊക്കെ കൃത്യമായിട്ട് തന്നെ പഠിപ്പിച്ചതാണ് വിട്ടുള്ളത് അല്ലെ. ഗ്രേറ്റ് പാത്ത് അല്ലെങ്കിൽ ഡ്രെയിനേജ് സിസ്റ്റം എങ്ങനെയാണ്, ഇതൊക്കെ ബേസിക് ക്വസ്റ്റൻ ആണ്. SCRT വായിച്ചപ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി എങ്ങനെയാണ്, ഇതൊക്കെ വളരെ ഡീപ്പായിട്ട് തന്നെ ക്ലാസ്സിൽ പല ആവർത്തി പഠിപ്പിച്ചു പോയിട്ടുണ്ട്. ഇന്ത്യയുടെ എക്സിം അല്ലെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് പെർസ്പെക്റ്റീവിൽ വരെ ഈ ഒരു ടോപ്പിക്ക് കറക്റ്റ് പഠിപ്പിച്ചു പോയിട്ടുണ്ട്. ഞങ്ങൾ ജസ്റ്റ് 13-14 SCRT മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. കാര്യം വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ SCRTക്ക് അത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു 10 അല്ലെങ്കിൽ 100 150 SCRTs തന്നിട്ട് പഠിക്കാൻ പറയുന്നു, അതിൽ നിന്ന് ചോദ്യങ്ങൾ, അതിൽ പ്രസക്തിയില്ല. നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് കുറച്ച് കണ്ടന്റ് ആയിരുന്നു, അതിൽ നിന്ന് ചോദ്യങ്ങൾ എഴുതാനാണ് പ്രസക്തി. ഫോർ എക്സാമ്പിൾ, വൊക്കാബുലറി പ്രിലിംസിന് ഒരു 10 മാർക്കിന് വൊക്കാബുലറി എടുക്കുന്നത്. ഒരു ഡിക്ഷണറി മൊത്തം പഠിക്കാൻ തന്നിട്ട് ആ 10 മാർക്കിന്റെ വൊക്കാബുലറി ആ ഡിക്ഷണറിയിൽ നിന്നാണ് വന്നത് എന്ന് പറയുന്നതിന് പ്രസക്തിയില്ല. പക്ഷെ നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്ത് എന്ത് ചെയ്യണം, നോട്ട്സ് കൊടുക്കണം. ആ നോട്ട്സിൽ നിന്ന് വേണം ക്വസ്റ്റ്യൻസ് വരാൻ. ആ നോട്ട്സ് ബൾക്കി ആവരുത്, അതാണ് അതിന്റെ ഹൈലൈറ്റ്. ഈ ഒരു ചോദ്യങ്ങൾ ജസ്റ്റ് ഒരു അനലിറ്റിക്കൽ ചോദ്യമാണ്. ഇതൊന്നും ഒരിക്കലും നമുക്ക് ക്ലാസ്സിൽ ഈ ചോദ്യമായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്ന ചോദ്യമല്ല, പക്ഷേ ക്ലാസ് നോട്ട്സ് എഴുതാൻ പറ്റുന്ന ചോദ്യമാണ്. അതിന്റെ പ്രാക്ടീസ് നിങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, process of making Constitution of India reflects both lessons of India's long anti-colonial movement and incorporation of global constitutional experiences. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണത്തിന് നമ്മുടെ സ്വാതന്ത്ര്യ സമരവും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലെ കോൺസ്റ്റിറ്റ്യൂഷനെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന ചോദ്യം. ഇതാണ് തൊട്ടുമുമ്പ് നമ്മൾ കണ്ടത്, ലാഹോർ സെഷനും ഈ കറാച്ചി സെഷനും. അത് നമുക്കിവിടെ കോട്ട് ചെയ്യാം അല്ലെ. പൂർണ്ണ സ്വരാജിന്റെ കോണ്ടെക്സ്റ്റ് കോട്ട് ചെയ്യാം, നാഷണൽ എക്കണോമിക് പോളിസിയുടെ കോണ്ടെക്സ്റ്റ് കോട്ട് ചെയ്യാം, ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കോണ്ടെക്സ്റ്റ് കോട്ട് ചെയ്യാം. അതൊക്കെ അതിൽ നിന്ന് വന്നിട്ടുള്ള. അപ്പൊ ചോദ്യങ്ങൾ ഇന്റർറിലേറ്റഡ് ആണ്. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ലൈക് ഗാന്ധിയൻ മൊറാലിറ്റി, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു പറയാം. പിന്നെ ഇത് അമേരിക്ക ഇന്റർനാഷണൽ കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, അമേരിക്കയിൽ നിന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സ് എടുക്കുന്നു, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ എടുക്കുന്നു മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ റെസിഡ്യൂറി പവർ നമ്മൾ ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുന്നു, അല്ലെങ്കിൽ ക്വാസി ഫെഡറൽ സിസ്റ്റം കാനഡയിൽ നിന്ന് എടുക്കുന്നു. അപ്പൊ അത് നമുക്കിവിടെ പറയാം. അപ്പോൾ നമ്മൾ അനലിറ്റിക്കലായിട്ട് ചിന്തിക്കണം. എക്സാം ഹോളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അനലിറ്റിക്കലായിട്ട് ചിന്തിച്ച് ആൻസറിലേക്ക് എത്താൻ പറ്റണം. ഇത് ഹിസ്റ്ററിയിൽ നിന്നും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ആൻസർ ചെയ്യേണ്ട ചോദ്യമാണത്. ഓക്കെ, ഇതൊക്കെ ഈവൻ റാങ്ക് ഫയൽ വായിച്ചാൽ പോലും നമുക്ക് അതിൽ നിന്ന് ഇതിന്റെ ചോദ്യത്തിന് പകുതിയെങ്കിലും എത്താൻ സാധിക്കും. ഓക്കെ, അപ്പം അത്ര ഡിഫിക്കൽട്ട് ആയിരുന്നില്ല KS മെയിൻസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചാന്ന റെവല്യൂഷൻ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്ലോത്ത് മൂവ്മെന്റ്, ഇതൊക്കെ പഠിക്കാത്തതായിട്ട് ആരും കാണത്തില്ല. വളരെ വിശദമായിട്ട് തന്നെ ക്ലാസ്സിൽ ഇതൊക്കെ പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട്. ഇത്രയും നോട്ട്സ് ഇത് മതി. ഇതിൽ കൂടുതൽ പോയിന്റ്സ് നമുക്ക് എക്സാം ഹോളിൽ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. കൊളോണിയൽ ഐഡിയോളജി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഇൻഫ്ലുവൻസ്ഡ് എമർജൻസ് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അല്ലെ. മെർക്കാന്റിലിസം അതൊക്കെ ക്ലാസ്സിൽ മറ്റേ SCRTയിലെ ഫ്ലോ ചാർട്ട് വെച്ച് തന്നെ പഠിപ്പിച്ചു വിട്ടതാണ്. മെർക്കാന്റിലിസം പഠിപ്പിച്ചു വിട്ടിരുന്നു, അല്ലെങ്കിൽ കൊളോണിയൽ പോളിസി അല്ലെ, അല്ലെങ്കിൽ ഒരു കോളനി നിലനിൽക്കുന്നത് കൊളോണിയലിസം ആണ് ഇതിനെ പ്രൊമോട്ട് ചെയ്തത്. ഇമ്പീരിയലിസം, കൊളോണിയലിസം, മെർക്കാന്റിലിസം അതൊക്കെയാണ് ഇതിനകത്ത് വരേണ്ടത്. അതൊക്കെ നമ്മൾ തീവ്രമായി ഡിസ്കസ് ചെയ്തിട്ടാണ്. അഡീഷണൽ പോയിന്റിന് വേണ്ടി നിങ്ങൾക്ക് ക്ലാസ്സിനകത്ത് പഠിപ്പിച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ എഴുതി വെക്കാവുന്നതാണ്.
ഓക്കെ, SCRT-ലെ ആ ഒരു ഫ്ലോ ചാർട്ട് ഞാൻ എൻ്റെ ക്ലാസ് നോട്ട്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഡയഗ്രാം ഇത് നിങ്ങൾക്ക് ഇവിടെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ക്രൗഡിങ് എഫക്ട്, ക്രൗഡിങ് ഔട്ട്, അത് കംപ്ലീറ്റ്ലി ആ ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ പറയാൻ പറ്റിയില്ലെങ്കിലും ക്രൗഡിങ് എഫക്ട് എന്താണ്, അത് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തീം വെച്ചിട്ട് നമുക്ക് ഇതിന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അതിന് ഒരിക്കലും ഒരു കോച്ചിങ്ങിനും നിങ്ങളെ 100% പെർഫെക്റ്റ് ആയിട്ട് പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. കാര്യം PSCയിൽ ക്വസ്റ്റ്യൻസ് എഴുതുന്ന വെച്ചാൽ അത്രയും തലയുള്ള ആൾക്കാരാണ്. പക്ഷേ നമുക്ക് ടോപ്പ് റാങ്ക് മതിയല്ലോ, 100% മാർക്ക് അല്ലല്ലോ വേണ്ടത്, ടോപ്പ് റാങ്ക് മതി. അപ്പോൾ ആ ഒരു മെന്റാലിറ്റി തന്നെ പഠിക്കണം. ഇത് പറയാനുള്ള റീസൺ, ഒരു നെഗറ്റിവിറ്റി ബയാസ് ഉണ്ട് സ്റ്റുഡൻസിന്. 10 ചോദ്യം ശരിയാക്കും, പക്ഷെ ഒരു ചോദ്യം തെറ്റിപ്പോയി അവർക്ക് വിഷമമാണ്, അയ്യോ തെറ്റിയല്ലോ. അപ്പം 10 ചോദ്യങ്ങൾ ശരിയാക്കിയില്ല എന്നുള്ള ചിന്ത അവർക്കില്ല. നമുക്കൊരു 100 രൂപ കിട്ടുന്നതിനേക്കാൾ വിഷമമാണ് 10 രൂപ കയ്യിൽ നിന്ന് പോകുമ്പോൾ നമുക്ക്. സന്തോഷത്തെക്കാൾ വിഷമമാണ് അപ്പോൾ വരാം. ലൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു മൈൻഡിൽ ഒരു നെഗറ്റിവിറ്റി ബയാസ് വരും. അതിനെ ബൈപ്പാസ് ചെയ്യാൻ പറ്റണം. നമുക്ക് അഗ്രിഗേറ്റ് മാർക്ക് കൂടുതൽ വാങ്ങിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ലക്ഷ്യം. റിന്യൂവബിൾ എനർജിയുടെ ക്വസ്റ്റ്യൻ വന്നിരുന്നു. അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സും കാര്യങ്ങളും ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്സും ഒക്കെ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ KS ബാച്ചിനകത്ത് നമ്മൾ വളരെ ഇൻഡെപ്ത് ക്ലാസ്സുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലെ പല ക്ലാസ്സുകളും സെലക്ട് ചെയ്ത് ഞങ്ങൾ ഇനിയുള്ള കമ്പനി ബോർഡ് അസിസ്റ്റന്റ് സെക്രട്ടേറിയറ്റ് എക്സൈസ് ഇൻസ്പെക്ടറിന് കൊടുക്കാൻ പോവുകയാണ്. ബിക്കോസ് ഇവിടെ കൃത്യമായിട്ടുള്ള സൂചന ഉണ്ട്. പുതിയ പുതിയ ചോദ്യങ്ങൾ എവിടെ നിന്ന് വരും എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള സൂചനകളുണ്ട്. അത് വെച്ച് തന്നെ കൂടുതൽ ഇംപ്രൊവൈസ് ചെയ്ത് ഞങ്ങൾ പഠിക്കും. ഫോർ എക്സാമ്പിൾ, ഇതിനകത്ത് എല്ലാ ചോദ്യങ്ങളൊന്നും പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾക്കൊരു ലേണിംഗ് ആണ്, എവിടെയാണ് ലാക്ക് ചെയ്യുന്നത്, അപ്പോൾ അത് എങ്ങനെയാണ് ഇംപ്രൂവൈസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു റിസർച്ച് ആണ് ഞങ്ങൾ. പക്ഷെ നിങ്ങൾക്ക് ടോപ്പ് റാങ്കിൽ എത്താൻ വേണ്ടുന്ന കണ്ടന്റ് ഒക്കെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. സോ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഒന്ന് കൊണ്ടുവന്നിട്ടുള്ളൂ. ഇതിനേക്കാൾ ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ നിന്ന് വന്നിട്ടുണ്ട്. ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് അറിയാം. എക്സാമിന്റെ പൾസറിനെ പഠിക്കാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ എക്സാം നിങ്ങളുടെ കൂടെ നിൽക്കും. എക്സാംസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ശത്രുവല്ല, നിങ്ങളുടെ വലിയ അവസരം നിങ്ങൾക്ക് തരുന്നൊരു മിത്രമാണ് എന്നുള്ള രീതി മാത്രം അതിനെ നോക്കി കാണുക. ക്ലിയർ ആണല്ലോ? സോ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്റർവ്യൂ ട്രെയിനിങ്ങിന് എല്ലാവരും ജോയിൻ ചെയ്യുക. നമുക്ക് ആഴത്തിൽ തന്നെ പഠിക്കാം. DAF ഒക്കെ എഴുതിയിട്ട് എനിക്ക് അയച്ചു തന്നാൽ ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. ഇന്റർവ്യൂ നമുക്ക് സെറ്റ് ആക്കാം. നിങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കുകയേ വേണ്ട. ഫ്രീ ആയിട്ട് തന്നെ ഇന്റർവ്യൂവിന് തീവ്രമായ പരിശീലനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്. ബൈ.